ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഉണ്ണിവാവ വ്ളോഗ്സ് എന്നൊരു ചാനൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം. ഇനി അറിയൂല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഉണ്ണിവാവ വ്ളോഗ്സ് എന്നൊരു ചാനലുണ്ട്. ഇത് അവരുടെ കോണ്ടന്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗും കാര്യങ്ങളുമായിട്ട് ബാക്കിയുള്ള പ്രൊമോഷൻസ്, ഡാൻസ്, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വ്ളോഗ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറയുന്നത്. അമ്മ അടക്കം 2 കുട്ടികളും അച്ഛനുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛൻ നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് ഞാനൊക്കെ എങ്ങനെ അറിഞ്ഞതെന്ന് വിചാരിച്ചാൽ ഇവരുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തിരുവോണത്തിൻ്റെ പിറ്റേന്ന് തിരുവോണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എങ്ങാണ്ടോ ഇവരുടെ ചാനലിൽ, അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഉണ്ണിവാവ വ്ളോഗ്സ് ഇടുന്ന വീഡിയോസിന് താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും വിവരം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളിത് അറിയുന്നത്, ഞങ്ങളിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ വീഡിയോസ് ഞാൻ അധികം കാണാറുണ്ട്. ഇവരുടെ സബ്സ്ക്രൈബർ അല്ല, ബട്ട് ഇവരുടെ വീഡിയോസ് ഞാൻ അധികം ഇരുന്ന് കാണാറുണ്ട്. അങ്ങനെ പിന്നെ യൂട്യൂബിൽ കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് മരിച്ചിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഒരു എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും വേറെ കുറച്ച് ചാനൽക്കാർ ഇവരുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. മീൻസ് അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണിവാവ എന്ത് ചെയ്തു, അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് കമൻറ്റ് വന്നു. നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ചത്, ഇത്രയും ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്തു, കമൻറ്റ്സ് വന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് അവരെന്ത് ചെയ്തത്, അവരുടെ ചാനൽ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. കാരണം സ്വന്തം അച്ഛൻ മരിച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ പോട്ടെ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛമ്മ, ഉണ്ണിവാവയുടെ അച്ഛൻ്റെ അമ്മ വന്നിട്ട് മീഡിയയ്ക്ക് മുന്നിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നിങ്ങളൊന്ന് കേൾക്കാട്ടോ. ബോധം തെളിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ വലിയ മെല്ലായിട്ട് അത്ര പിന്നെ രക്ഷയില്ല, മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പനിച്ചിട്ട് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായിരിക്കണം. എന്നിട്ട് അപ്പോൾ അവൾ അത് എന്തെങ്കിലും ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അറിയിക്കേണ്ടേ അവളാണോ എൻ്റെ മകൻ്റെ ഉത്തരവാദിക്കാർ? അറിയിച്ചേ നേരം വലിച്ചായിട്ട് അവിടുന്ന് ഇത് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവർ പോകുന്നുള്ളൂ. മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 3-4 വണ്ടി ആൾക്കാർ ഡ്രസ്സിൽ അവരോട് വന്നിട്ടുണ്ട്, മടയും പറക്കി വന്നിട്ടുണ്ട്. ഇടത്തിയും എത്ര മക്കളൊക്കെ മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവർ ഇവിടെ വന്നിട്ട് രാവിലെ എൻ്റെ മകൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവളോട് പടി പൂട്ടാൻ പറഞ്ഞിട്ടാണ് പോയി. ഇവർ കാർ കൊണ്ട് പോകല്ലേ, പടി എന്തിയാകുമ്പോൾ പൂട്ടിയിട്ട് എന്താ ഇപ്പോൾ ഇപ്പോൾ അവിടെ ലൈറ്റും ഇങ്ങനെ അത്ര വണ്ടിയൊക്കെ എന്താ നിൽക്കണമെന്ന് വെച്ചിട്ട് ഇവള് രാവിലെ അവിടെ പോയി നോക്കിയതാത്രേ. പോയി നോക്കിയപ്പോൾ നിങ്ങളല്ലേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളൂ പറഞ്ഞ്, പിന്നെ എന്താ ഇപ്പോൾ തന്നെ പോകുന്നത്, എന്താ ഇവരൊക്കെ വന്നിറങ്ങുന്നത് ചോദിക്കാത്ര അവള്. അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവള് പറയുന്നത്, ഏട്ടനെന്തോ ചെയ്തു ഇത്രേന്ന്, അവിടുന്ന് എന്താ ചെയ്തു ഇത്രേന്ന്. അത് കേട്ടത് അവളാ വിളിച്ച് ആദ്യം അവൾ ഇന്നെ വിളിച്ചു, എന്നിട്ട് ഈ മകനെ വിളിച്ചു അവള്. ഈ അച്ഛമ്മേൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. അതായത് മുമ്പും ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഈ അച്ഛമ്മേൻ്റെ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരാൾ മരിച്ച് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഈവൻ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് പറഞ്ഞു തീർത്താൽ പോരെ. ഇങ്ങനെ ഒരു മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞു കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്ന് വെച്ചാൽ അച്ഛമ്മേൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉണ്ണിവാവ വ്ളോഗ്സിൽ അവരും അവരുടെ അമ്മയും അവരുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അച്ഛൻ മരിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഗൾഫിൽ നിന്ന് എവിടുന്നോ ആണ്, എന്തായാലും പുറത്തുനിന്നാണ് തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അമ്മ പറയുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് പറയുന്നതാണ്, അവരുടെ സങ്കടം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഇപ്പോൾ ഒരാൾ മരിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുറ്റോ അല്ലെങ്കിൽ അവരുടെ പോരായ്മകളോ ഒന്നും വിളിച്ച് പറയുന്നതല്ല. അമ്മ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഒരുപാട് പ്രശ്നങ്ങളും പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ അച്ഛൻ്റെ കൂടെ തരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ യൂട്യൂബ് ഇൻകം കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട്.
അപ്പോൾ കുട്ടികളുടെ കാര്യമായിക്കോട്ടെ വീട്ടിലെ കാര്യമായിക്കോട്ടെ എല്ലാം നോക്കുന്നത് ആ ചേച്ചിയാണ്. അത് നമുക്ക് അവരുടെ വീഡിയോയിൽ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. അവരുടെ വീഡിയോ ഡെയിലി കാണുന്ന ഒരാളാണ് എന്ന നിലയിൽ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ലൈഫാണ് അവർ കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ നടക്കുന്നത് എല്ലാം ഒന്നും കാണിക്കത്തില്ല, അത് ആരും കാണിക്കത്തില്ല. ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഒന്നും കാണിക്കത്തില്ല. ഈവൻ ഞാനൊരു ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആളാണ്, ഞാൻ പോലും എൻ്റെ ലൈഫിൽ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണോ കാണേണ്ടത് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്, അത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. എല്ലാവർക്കും ആ ബോധ്യമുണ്ട്, ഈവൻ അവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ അവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും സഹിച്ചു നിന്നു. ഈവൻ ഡിവോഴ്സിൻ്റെ വക്കത്ത് വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും സഹിച്ചു നിന്നു. പിന്നെ 18-ാം വയസ്സിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഉള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ നിമിഷം വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവരുടെ വീഡിയോ കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറെക്കുറെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ചേച്ചിക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് നമുക്ക് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് അച്ചമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ആ സർജറി ചെയ്തത് വെറുതെ ആണ്, അതൊന്നുമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ആ അച്ചമ്മ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത്. ഇവർക്ക് വട്ടുണ്ടോ? വെറുതെ ഹോസ്പിറ്റലിൽ പോയി ക്യാഷ് കൊടുത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത് പൈസ കിട്ടേണ്ട ആവശ്യമില്ല. കാരണം അവരല്ലാതെ തന്നെ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. ആ വ്ളോഗ്സിൽ അത്യാവശ്യം വ്യൂവേഴ്സ് അവർക്ക് കയറുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫേക്ക് സർജറി ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടോ? നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കി, അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഒരു പെണ്ണ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, കീ ഹോൾ സർജറി ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് വരാം, വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എന്തോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതെന്താണ് ഈ അച്ചമ്മയും അതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും മനസ്സിലാക്കാത്ത? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ലേ? ഇങ്ങനെ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോരാം എന്നൊന്നും അറിയത്തില്ലേ? അങ്ങനെ അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അതൊന്ന് കട്ട് ചെയ്തുകൂടെ? ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ? നിങ്ങൾ വെറുതെ നമുക്കിപ്പോൾ ഒരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫ് എടുത്ത് കളിക്കുന്നത് എന്തിനാ? അതൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവരുടെ സിറ്റുവേഷനും കൂടെ ഒന്ന് ആലോചിക്കണം. അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ്, അതെല്ലാവർക്കും ആലോചിച്ചറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൂടെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അച്ഛമ്മയ്ക്ക് സങ്കടം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അച്ഛമ്മയ്ക്ക് സ്വന്തം മകനാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും അച്ഛമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് അവരുടെ കുറ്റങ്ങളും കാര്യങ്ങളും പറയേണ്ട ആവശ്യം എന്താ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കാം. അവരുടെ മകൻ്റെ ഭാര്യയാണ്, സോ നേരിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും സംസാരിപ്പിക്കാം. ഇങ്ങനെ ഒരു മീഡിയനെ വിളിച്ച് വരുത്തി ഇനിയിപ്പോൾ മീഡിയ അങ്ങോട്ട് പോയി പറഞ്ഞതാണെങ്കിൽ കൂടിയിട്ട് എന്തിനാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകനെ അവൾ കൊന്നതാന്നുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയും അറിയാതെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂക്കാർ, അപ്ലോഡ് ചെയ്യുന്ന പേജസ് അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആലോചിക്കണം. ഇത് കേൾക്കുന്ന ആ ചേച്ചിയുടെയും മക്കളെയും അവസ്ഥ. അവർ മരിച്ചു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. അവർക്ക് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ മീഡിയക്കാർ അവരെ നോക്കൂ? ഇല്ലല്ലോ. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വീഡിയോ ഇടാതിരിക്കുക, മാക്സിമം നോക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ക്യാഷിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നും നോക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് ആ മകനാണ് നോക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിരിക്കാം, മേ ബി ആയിരിക്കാം. പക്ഷേ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത്യാവശ്യം രീതിയിൽ ഇൻകം കിട്ടും. കാരണം അവരുടെ വീഡിയോ വ്യൂവേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ കറക്റ്റ് എമൗണ്ട് ആവണമെന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം രീതിയിൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. കൂടാതെ 2 മക്കളും അത്യാവശ്യം രീതിയിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്, യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ ഇവർ തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ണിവാവ് വ്ളോഗ്സിൽ
ആ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അയക്കുന്ന ഒരു തുക എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 30,000 ഉള്ളിലാണ് ആ അച്ഛൻ എല്ലാ മാസവും ഇവർക്ക് അയക്കുന്നത്. 25,000 ഒതുങ്ങുന്ന തുക ഇവർ കാര്യങ്ങളിലൊക്കെ ഇവർ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബാക്കി ഹോം ലോൺ വന്നിട്ട് ബാക്കി ഹൗസ് ലോണോ കാര്യങ്ങളോ എന്തോന്ന് ആ അച്ഛനാണ് അവിടെ നിന്ന് അടയ്ക്കുന്നത്. അതും അവർ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛമ്മ വന്ന് പറയുന്നത് എന്താണ് ഞങ്ങൾ അവളെ ചെയ്തത് അത് അവളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പറഞ്ഞത്. ഇപ്പോൾ ആ അച്ഛമ്മ അവരെ വന്ന് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. പണ്ട് 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ആ ചേച്ചി വീട്ടിലെത്തിയ സമയത്ത് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് അവർ ഇപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ ഇട്ടത്. അതായത് ആ വീഡിയോയിൽ സംസാരിച്ചത് അത് അവർ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എനിക്കിങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി വന്നതല്ല. അത് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം അവർ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫൈനാൻഷ്യലി പ്രോബ്ലം ഇല്ല, അതുപോലെ ഫാമിലി പ്രശ്നമില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ണിവാവ വ്ളോഗ്സിൽ ആ ചേച്ചി പറയുന്നത്. മുൻപ് ഉണ്ടായിരുന്നു ഫാമിലി പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യലി പ്രശ്നമാണെന്നുണ്ടെങ്കിലും മുൻപ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് ഈ രീതിയിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ചിലപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ അത് അവർ ഇതുവരെ അവരുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടില്ല. അത് അവരുടെ മര്യാദ. ഓക്കെ, ഇപ്പം ഈ മരിച്ച സമയത്ത് ആ അമ്മ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സഹിച്ചിട്ടും അച്ഛൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫൈനാൻഷ്യലി ആ അമ്മ എന്ത് ചെയ്യാണ്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നേ ഇങ്ങനത്തെ നമ്മൾ ഈ ആകെ തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അറിയാതെ മുന്നേ നമ്മൾ അനുഭവിച്ചതൊക്കെ പറഞ്ഞു പോകും. അതിപ്പോൾ ഒരാൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് വെറും തമാശ അല്ലെങ്കിൽ വെറും ഒരു പരദൂഷണമായിട്ട് മാത്രമേ അത് തോന്നുള്ളൂ. പിന്നെ ആ അച്ഛമ്മ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ അച്ഛൻ മരിച്ചിട്ടുള്ളത്. തിരുവോണത്തിൻ്റെ അന്ന് രാത്രി എപ്പോഴാണ് ടൈം അറിയില്ല. പക്ഷെ ഇവരറിഞ്ഞത് അമ്മയും ഉണ്ണിയൊക്കെ അറിഞ്ഞത് വീട്ടിലറിഞ്ഞത് 8 മണിക്കാണ്. 8 മണിക്കാണ് അവരറിഞ്ഞത്. പക്ഷേ ആ അച്ഛമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അമ്മ ഒരുപാട് ഉച്ച മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും മീൻസ് അച്ഛനെ തരം താഴ്ത്തി സംസാരിക്കുക, കച്ചറ ഉണ്ടാക്കുക, ഒരുമാതിരി രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചു. അതിനുശേഷം അച്ഛൻ എന്ത് ചെയ്തു, അവരുടെ മുന്നിൽ നിന്ന് തന്നെ ഡോർ അടച്ചിട്ട് പോയതാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ ഈ അമ്മ അല്ലെങ്കിൽ ഈ ചേച്ചി താഴെ അവരുടെ അതായത് ഇപ്പോൾ ആ ദുബായിൽ ആ റൂമിൽ ഇപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ റൂമിലൊക്കെ ഉള്ള ആൾക്കാരെ എന്തുകൊണ്ട് വിളിച്ച് അന്വേഷിച്ചില്ല, താഴെ ഒരു ചായക്കടയുണ്ട് ആ ചേട്ടൻ എന്തുകൊണ്ട് വിളിച്ച് അന്വേഷിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സത്യം നമുക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഇത്രയും ടൈം കോൾ ചെയ്തതും വീഡിയോ കോൾ ചെയ്തതും ഒന്നും അവരുടെ ഉണ്ണിവാവ വ്ളോഗ്സിൻ്റെ ചാനലിൽ അവർ ഇട്ടിട്ടില്ല. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവോണം ആയതുകൊണ്ട് തന്നെ, പിന്നെ അതുമാത്രമല്ല ഡെയിലി അച്ഛൻ വിളിക്കും. അപ്പോൾ തിരുവോണം ആയതുകൊണ്ട് തന്നെ രാവിലെ വിളിച്ചു, പൂവിട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, പിന്നെ അതുപോലെ സദ്യ കാണിച്ചു കൊടുത്തു. അല്ലാതെ അവർ വീഡിയോ കോൾ ചെയ്ത് 3 പേരെയും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു വെച്ചു. കാലത്തിൻ്റെ വീഡിയോ അവരിട്ടത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം നമുക്ക് ഫോണിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയത്തില്ല. പിന്നെ അത് മാത്രമല്ല അവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ടൈം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആര് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പെടും, എവിടെയെങ്കിലും നമ്മൾ ആ വീഡിയോയിൽ കാണും. ഇത് ഒരുപാട് ടൈം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. കാരണം അത് നമുക്ക് വീഡിയോയിൽ കാണാനും പറ്റുന്നില്ല. ചെറിയ ഷോർട്സുകളാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ അച്ഛമ്മ പറയണത് ഇത് എത്രത്തോളം സത്യമാണെന്ന് എന്ന് നമുക്കറിയില്ല. ഇനി അവരുടെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അച്ഛമ്മേൻ്റെ വീഡിയോ കണ്ടിട്ട് അവരുടെ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ഇടാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ ഓൾറെഡി തകർന്നിരിക്കുക, സ്വന്തം അച്ഛനാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഓൾറെഡി തകർന്നിരിക്കുകയാണ്. ഇനി ഈ കമൻറ്റും കൂടെ കണ്ട് അവരെങ്ങനെ സഹിക്കുക? നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഉണ്ണിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് കണ്ടു, അച്ഛമ്മേൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കൂ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് നോണയായിരുന്നില്ലേ, ഫേക്കാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പ്ലീസ്
അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ തകർന്നിട്ടാവും ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുത്തി നോവിക്കാതിരിക്കുക പ്ലീസ്. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവരുടെ വല്ല റിലേറ്റീവാണ്. ഒരിക്കലല്ല. എനിക്ക് അവരെ പേഴ്സണലി ഒരു രീതിയിലും എനിക്ക് അവരെ അറിയില്ല. ഞാൻ അവരുടെ സബ്സ്ക്രൈബർ പോലും അല്ല. പക്ഷെ വീഡിയോസ് കാണാറുണ്ട്, അത്രയേ ഉള്ളൂ. ആ വീഡിയോസ് കണ്ട ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അച്ഛമ്മേനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അച്ഛമ്മയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ മകനെ കോൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ സമ്മതിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താ സത്യാവസ്ഥ എന്ന് ആ 2 ഫാമിലിക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ആർക്കും അറിയില്ല, ഈ കേൾക്കുന്ന ആർക്കും അറിയില്ല എന്താ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ അച്ഛമ്മയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ബാക്കിയുള്ളവർക്ക് ഈ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തിട്ട് അവരെ കുത്തി നോവിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുതായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് അങ്ങനെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് അച്ഛമ്മ സംസാരിക്കേണ്ടില്ലായിരുന്നു, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അച്ഛമ്മേനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഒരിക്കലും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അച്ഛമ്മേൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്താണ്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്ക് ആർക്കും സത്യാവസ്ഥ അറിയില്ല. പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻ്റ് ഉണ്ട്. എനിക്ക് എനിക്ക് ഉണ്ണിവാവേൻ്റെ വീഡിയോ കണ്ട അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവർ പറയുന്ന ഫുൾ ഫേക്ക് ആണെന്നുള്ളത്. എന്താണ് നിങ്ങൾ ഇപ്പോൾ അവർ വീഡിയോയിൽ കരഞ്ഞ് മെഴുകി കിടന്നുഴച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെ ചെയ്യില്ല. നമ്മൾ മറ്റൊരാളെ നമ്മളിങ്ങനെ കണ്ണീര് ഒലിക്കുന്നത് മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിൽക്കുന്നത്. എന്നാലും അവർക്ക് ഓരോന്ന് സംസാരിക്കുമ്പോഴും അവർക്ക് കിട്ടുന്നില്ല. അവർ കരഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കമൻറ്റ് കണ്ടത്, ഇവർക്ക് ഒരു സങ്കടവും ഇല്ല, അവർ ആ വീഡിയോയിൽ എത്ര കൂളായിട്ട് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ മുന്നോട്ട് ജീവിക്കല്ലാതെ പിന്നെ എന്താ വേണ്ടത്? അത് എത്രയ്ക്കും നീചമായിട്ടുള്ള ആൾക്കാരാണോ ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഒരാൾ മരിച്ചിട്ട് നമുക്ക് എങ്ങനെയായാലും സങ്കടം ഉണ്ടാവും. ആ ചേച്ചിയുടെ ഭർത്താവാണ്, ആ കുട്ടികളുടെ അച്ഛനാണ് മരിച്ചിട്ടുള്ളത്. എത്രയൊക്കെ ഇനിയിപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടം എന്തായാലും ഉണ്ടാവും. തീർത്തും നമുക്ക് തീരില്ല. കാരണം അത് അവരുടെ നഷ്ടം മാത്രമാണ്. അവർക്ക് ഇനി അച്ഛനില്ല, അത് അവരുടെ നഷ്ടമാണ്. ആ ചേച്ചിക്ക് ഇനി ഭർത്താവില്ല, അത് അവരുടെ നഷ്ടമാണ്. അതിൽ എത്രത്തോളം അവർ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നമ്മളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എക്സ്പ്ലനേഷനായിട്ട് വന്നത് അവർക്ക് ഇനി മുമ്പോട്ട് വീഡിയോസ് ഇടണം. അപ്പോൾ ഇമ്മാതിരി കമൻസ് കണ്ടിട്ട് അവർക്ക് അത്രയും അവരെ ഡൗൺ ആക്കണം. അതുകൊണ്ട് മാത്രമാണ് അവരൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. അല്ലാതെ അത് അവർക്കൊരു കണ്ടന്റ് ആക്കി അതിന് പൈസ കിട്ടണം എന്ന് വിചാരിച്ചിട്ടില്ല. ഈ ടൈം നമ്മൾ ആരും അങ്ങനെ വിചാരിക്കില്ല. ഇനിയിപ്പോൾ എത്ര നമ്മുടെ ശത്രു മരിച്ചാൽ പോലും നമ്മൾ ഈ ടൈം അങ്ങനെ വിചാരിക്കില്ല. അത് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇതിന് ഇത്രയും മോശമായിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ കമൻറ്റ് ഇടേണ്ട, ആ ഫാമിലിനെ നെഗറ്റീവ് ആക്കിയിട്ട് കമൻറ്റ് ഇടേണ്ട ഒരാവശ്യം വായിച്ചിട്ടോ. അവളുടെ ആക്ടിങ് കണ്ടപ്പോൾ തന്നെ തോന്നി അമ്മയും മക്കളും നല്ല അഭിനയമായിരുന്നു. കാരണം അന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്തെങ്കിലും പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഇവരോട് സൂചിപ്പിച്ചേനെ. അതൊന്നുമില്ല, വെറുതെ അങ്ങ് കയറി സൂയിസൈഡ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ പച്ചക്കള്ളമാണെന്ന് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളവർക്കറിയാം. പിന്നെ അവരുടെ ആട്ടവും ചാടയും അതെല്ലാം കാണിക്കുമ്പോൾ അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ കുറേ അലവലാദികളുണ്ട്. അതാണ് അവർക്ക് ഇത്രയേ 7 തരാം. ആ സ്ത്രീയുടെ ഭാവം കണ്ടാൽ അവർ ഏതോ വലിയ സിനിമ നടിയാണെന്നാണ് അമ്മയുടെയും മക്കളുടെയും തോന്നൽ. എന്തൊരു ക്രൂരായ ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ച സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അവർ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. അത്രയും എഫേർട്ട് ഉണ്ട് നമുക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം. സോ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അവർ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവർ ജീവിച്ചോട്ടെ. അതിനെന്താ പ്രശ്നം? എന്താ ഈ കാണുന്നവർക്ക് എന്താ ഇത്ര പ്രശ്നം? എൻ്റെ ഈശ്വരാ. പിന്നെ അവർ പറയുന്നുണ്ട് എന്തായതാ അച്ഛൻ മരിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിൻ്റെ കാരണം എന്തായതാ 1% പോലും അറിയില്ല. ഒരാൾ മരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. നമുക്കിനി അവരോട് എന്താ കാരണം എന്ന് പോലും നമുക്ക് ചോദിക്കാൻ ഒരു രീതിയിൽ, നമ്മൾ മരിക്കുന്നവരെ നമുക്ക് ആ കാരണം അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ
അതെന്തോ ഒരു വലിയൊരു സങ്കടമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും അസുഖമായിട്ടുള്ള ആൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ അസുഖം കൊണ്ടാണ് അവർ മരിച്ചത് എന്നുള്ളത്. ഇത് അല്ലെങ്കിൽ ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എഴുതി വെക്കുക, ആരോടെങ്കിലും പറയുക, എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇത് ഒരു രീതിയിൽ ഇവർക്ക് ഒരു സൂചന കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ മരിച്ചത്, എന്താ മരിച്ചത്, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ മരിച്ചത് എന്നൊന്നും അവർക്കറിയില്ല. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ പറയാതിരിക്കുക. പ്രത്യേകിച്ച് അവരുടെ ചാനലിൽ പോയി പറയാതിരിക്കുക. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇതായിരിക്കും സത്യം. ഏത്? അച്ചമ്മ പറഞ്ഞത്. എന്ത് വിഷമമുണ്ടെങ്കിലും വീഡിയോ ഇടാൻ മറക്കില്ല. ആര്? ഉണ്ണിവാവ വ്ളോഗ്സ്. ഇപ്പോൾ അവരുടെ ഏർണിങ്സ് അവർ ഏൺ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്നാണ്. അല്ലാത്തൊരാൾ, ഇപ്പോൾ യൂട്യൂബ് ഇല്ലാത്തൊരാൾ, അതായത് നോർമൽ ജോലിക്ക് പോകുന്ന ഒരാൾ, അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും മരിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും 15 കഴിഞ്ഞ് അവർ ജോലിക്ക് പോകും. കാരണം അവർക്ക് ആ ജോലിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകും. അല്ലെങ്കിൽ ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോകും. ഇത്രേ ഉണ്ണിവാവ വ്ളോഗ്സും ചെയ്തിട്ടുള്ളൂ. അവരുടെ ഒരു ജോലിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് 4 ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യുന്നു. മറ്റുള്ള ആൾക്കാർ ജോലി കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നു. അതായത് പോകുന്നു വരുന്നും കാണുന്നു, അല്ലാതെ ചെറിയ രീതിയിൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നു. ഈ ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അല്ല, ഫുൾ പബ്ലിക്കാണ്. നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. നമ്മൾ 100 കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ള ഒരു ജോലി തന്നെ ഞാൻ പറയും, ജോലിയാണ്. അപ്പോൾ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടേ പറ്റൂ, പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തേ പറ്റൂ. അല്ലാതെ നമ്മളാരും അവർക്ക് ഒരു 10 പൈസ നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. നമ്മളിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങൾ ജീവിച്ചോളൂ, ഇതൊരു 10,000 രൂപ, ഇതാ ഒരു 1000 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളാരും കൊടുക്കാൻ പോകുന്നില്ല. അവർ സ്വന്തമായിട്ട് അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയാൽ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാതെയാണ് അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്. ഓക്കെ, ഇതൊന്നും അറിയാതെ നിങ്ങൾ ഒരു രീതിയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത്. ഇവർ പറഞ്ഞത് 100% ട്രൂ ആണെന്നാണ് എൻ്റെ ഉറപ്പ്. അവർക്ക് ഉണ്ടാകില്ല ഇതുപോലെ കാര്യങ്ങൾ പറയാൻ. രണ്ട് ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ. അത് 2 ഭാഗം കേൾക്കണം. ഈ മരിച്ച ആളുടെ ഭാര്യയും മക്കളും കുറച്ച് ഓവറാണ്. കുറച്ചല്ല, ഒരുപാട് ഓവറാണ്. ജീവിതം ഹൈടെക് ലൈഫ്, ഇതൊക്കെ എന്താ അറിയോ, കണ്ണ് കടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മളൊരാളെ ബോധിപ്പിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവർ ആരുടെയും കട്ടെടുത്തിട്ടല്ല അവർ ജീവിക്കുന്നത്. അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്താ അവളുടെ കരച്ചിൽ, പാവ അമ്മ, മോനെ കണ്ടിട്ട് സംസാരിച്ചിട്ടും കുറേ ആയി എന്ന് പറയും. അത് അമ്മ പറയുന്നുണ്ട്. ആ മകനെ കണ്ടിട്ട് 2-2.5 വർഷമായിട്ടുണ്ട്. സെയിം ഉണ്ണിവാവ വ്ളോഗ്സിൽ അവർ 3 പേര് അച്ഛനെ കണ്ടിട്ടും ഭർത്താവിനെ കണ്ടിട്ടും 2-2.5 വർഷമായിട്ടുണ്ട്. കാരണം എന്താ, ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ അത്രയും ആയിട്ടുണ്ട്. പിന്നെ ഈ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എങ്ങാണ്ടോ വരാൻ വിചാരിച്ചിരുന്നു ആ അച്ഛൻ. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഫെബ്രുവരിയിൽ എന്തോ ഉത്സവം എന്തോ ഉത്സവം നടക്കുന്നുണ്ട്, ആ ടൈമിൽ വരാം, അതാവുമ്പോൾ ഉത്സവം കാണാൻ ഒരുപാട് കാലമായി ഉത്സവം കണ്ടിട്ട് ഉത്സവം എന്തോ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. വോയിസ് റെക്കോർഡ് വരെ നമുക്ക് കേൾപ്പിച്ച് തന്നതാണ്. അതൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഏറെക്കുറെ എനിക്കത് വിശ്വസിക്കാൻ പറ്റും. താഴെ വന്നിട്ട് ഞാൻ അച്ഛമ്മേനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു തോന്നി. ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അവരെ കൂട്ടിയിരുന്ന് സംസാരിക്കുക എന്നല്ലാതെ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കഥ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാലും. എന്തായാലും മാക്സിമം അവരുടെ വീഡിയോയിൽ താഴെ വന്നിട്ട് ഇമ്മാതിരി ഓരോ കമൻസ് അവർക്ക് സങ്കടപ്പെടുന്ന രീതിയിൽ കമൻസ് ഇടാതെ മാക്സിമം ശ്രമിക്കാം. അവരുടെ ഇനി എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഉണ്ടോ നമുക്കറിയില്ല. അവർ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിനൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ആയിട്ട് വരില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നും. കാരണം നമ്മുടെ ഭാഗത്ത് 1% ശരിയുണ്ടെങ്കിൽ നമുക്കത് പറയണം എന്നായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് അവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.